ഹലോ, വെൽക്കം ടു MCS ഓൺ ലൈവ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വന്നിട്ടുള്ള കുറച്ച് പുതിയ അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷനുകളായിരിക്കാം, എന്നാലും ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വെരിഫൈഡ് സിമ്പിൾ കാണുകയാണെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ലേഷൻ കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് അത്രയും ആക്യുറേറ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്ത കണ്ടൻറ്റുകൾക്കാണ് ഈ ഒരു ടിക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ കറക്റ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു സിമ്പിൾ കാണുകയാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം, അത് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു സിമ്പിൾ കൊള്ളുന്നില്ല. നമ്മൾ ഈ സിമ്പിൾ, ഈ ഒരു വെരിഫൈഡ് ടിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസ്ലേഷൻ അത്രയും കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ലിസൺ എന്നുള്ളൊരു ബട്ടൺ കാണാം. നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ലിസൺ കൊടുത്താൽ നമുക്ക് ഗൂഗിൾ തന്നെ അത് റീഡ് ചെയ്ത് തരും. അപ്പോൾ മലയാളത്തിലും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ആയിരുന്നു എന്നുള്ളത് ഗൂഗിൾ അത് റീഡ് ചെയ്ത് കാണിച്ചു തന്നു. അതുപോലെ വീണ്ടും നമ്മളതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതേ കണ്ടന്റ് കുറച്ചും കൂടി സ്ലോയിൽ അത് റീഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്ലിക്കിൽ അത് നോർമൽ സ്പീഡിലായിരിക്കും പ്ലേ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, രണ്ടാമതും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി സ്ലോയിൽ നമുക്കതൊരു റീഡ് ചെയ്ത് കേൾക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ്, നമ്മൾ മൊബൈലിലൊക്കെ ചെയ്യാറുണ്ട്, വോയിസ് ടൈപ്പിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീച്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ പറയുന്ന ടെക്സ്റ്റ് ആയിരിക്കും അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓൺലൈനായി ട്രാൻസ്ലേഷൻ ലഭ്യമാവുന്ന ഗൂഗിളിൻ്റെ ഒരു സേവനമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവിടെ ടൈപ്പ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത കണ്ടൻ്റ് ആണെങ്കിലും നമുക്കത് ലിസൺ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത പോലെ ലിസൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ലേഷൻ ലഭ്യമാകുന്ന ഗൂഗിളിന്റെ ഒരു സേവനമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് അവിടെ ടൈപ്പ് ചെയ്യുന്നത്. അല്ല, നമ്മളെന്താണോ പറഞ്ഞത് അവിടെ ടൈപ്പ് ചെയ്തു. നമുക്കത് ലിസൺ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്കത് അത് ഗൂഗിൾ നമുക്ക് വായിച്ചു തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മലയാളം റീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഓൺലൈൻ ന്യൂസ് പേപ്പറുകളോ അല്ലെങ്കിൽ ഓൺലൈൻ മാഗസിനുകളിലൊക്കെ ഉള്ള കണ്ടൻറ്റ്, റീഡ് ചെയ്യാനുള്ള കണ്ടൻറ്റ്, ഒരുപാട് കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ നമുക്ക് അത് റീഡ് ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നതാണ്. സെൽഫി പ്രേമം വിളിച്ചുവരുത്തുന്ന അപകടങ്ങൾ നിരവധിയാണ്. നിരവധി ജീവനുകൾ സെൽഫി പ്രേമം മൂത്ത് കൊല്ലിഞ്ഞിട്ടുണ്ട്. സെൽഫി ഭ്രമത്തിനെതിരെ കിടിലന ട്രോളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള പോലീസ്. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കത് മലയാളത്തിൽ തന്നെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.